ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ ആൻഡ് ഇരിട്ടി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കുലുക്കലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മൈനോരിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി ധർണ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ പിഞ്ചു ബാലികയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തി നീതി നടപ്പിലാക്കുക എന്ന ആഹ്വാനവുമായി KPCCയുടെ നിർദ്ദേശപ്രകാരം മകളെ മാപ്പ് എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ചു വരുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കുലുക്കലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളയങ്കാവ് സെന്ററിൽ ധർണ നടത്തിയത്. മൈനോരിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐക്കാരനായ അർജുൻ കെട്ടിത്തൂക്കിയത് അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞു, ഇതിന്റെ പുറകിൽ ഡിവൈഎഫ്ഐക്കാരാണ്. കേസ് എവിടെയും എത്തില്ല, കേസ് തേച്ച് മാച്ച് വിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് KPCC പ്രസിഡന്റും VD സതീശനടക്കമുള്ള നേതാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു. അന്നെല്ലാം പിണറായി വിജയൻ പറഞ്ഞത് പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ്. പിണറായിയുടെ വാക്കും പഴയ ചാക്കും ഒരേപോലെയായിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം പറഞ്ഞത് കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാള് കഴുത്തിൽ മുറുകിക്കൊണ്ടാണ് ആ പിഞ്ചു ബാലിക മരിച്ചത് എന്നുള്ളതാണ്. നോക്കണം നിങ്ങൾ, നമ്മുടെ പോലീസിന്റെ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ പോലീസിന്റെ വീഴ്ചയിൽ ആദ്യം വന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിനു ശേഷമാണ് അത് പീഡനമാണ് എന്ന് തെളിഞ്ഞത്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായി EK മുഹമ്മദ് കുട്ടി ഹാജി, രാജൻ പൂതനായിൽ, ഗഫൂർ MK, ഇബിനു മപ്പാട്ടുകര, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് ഗിരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബിൽ, MP ഉമ്മർ, കൊലവൻ, ഹരീഷ്, ജമാൽ മപ്പാട്ടുകര, മുനവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.